ഹായ് ഡിയർ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയും ബലരാമനും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാറ് എന്തായാലും എന്നെ കാണാനായിട്ട് വന്നല്ലോ, എനിക്ക് ഒത്തിരി സന്തോഷമായെന്ന് പറയുന്നുണ്ട്. തനിക്ക് തനിക്ക് സന്തോഷമാണെങ്കിൽ അപ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമായിരിക്കും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ആഗ്രഹിച്ച് തന്നെയാണ് നിന്നത്. ഒരു പക്ഷേ എൻ്റെ ജീവൻ രക്ഷിക്കാൻ കൂടി കാരണം താനല്ലേ, അതുകൊണ്ട് തന്നെയാണ് തന്നെ വെയിറ്റ് ചെയ്യണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ഞാൻ ഇവിടെ നിൽക്കുമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് ഒരു കാര്യം സാറിനോട് ചോദിക്കാനുണ്ട്. എൻ്റെ പേര് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉവ്വ് മനസ്സിലായിട്ടുണ്ട്. നിൻ്റെ പേര് സ്നേഹമെന്നും വീട് എൻ്റെ ഹൃദയത്തിലാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എൻ്റെ ഹൃദയത്തിൽ ഇത്രമാത്രം സ്ഥാനം പിടിച്ച ഒരാൾ മറ്റ് ആരുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരാൾക്ക് എൻ്റെ മനസ്സിലൊരു സ്ഥാനം എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും പിന്നീടൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ പേരെന്തായാലും അറിയണമെന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് മാനസ പറയുമ്പോഴത്തേനും സാഗർ വിളിക്കുന്നുണ്ട് കേട്ടോ. മോനെ നീ എവിടെയാണെന്ന് ചോദിക്കുന്നു കേട്ടോ. അച്ഛാ ഞാനിവിടെ എന്ന് പറയുമ്പോഴത്തേനും നാളെ മോനൊരു കാര്യം ചെയ്യണം, എന്തായാലും ലാലിയെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരണമെന്ന് പറയുന്നു. എന്തിനാ അച്ഛാ ലാലി ആൻറ്റിനെ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആവശ്യമുണ്ട്, എന്തായാലും മറക്കാതെ തന്നെ എത്തണം. ഇപ്പോൾ വരണോ അച്ഛാ? വേണ്ട നാളെ മതി എന്ന് പറയുന്നു. അത് കേൾക്കുന്ന ബലരാമന് ഒരുപാട് സന്തോഷമാവുന്നു കേട്ടോ. മാനസിയോട് പറയുന്നുണ്ട്, എൻ്റെ അച്ഛനെ എന്നെ വിളിച്ചു, ഇപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരുന്നു. ആദ്യം ഞാൻ ആത്മഹത്യ ചെയ്യണം വരെ ആഗ്രഹിച്ചു, പക്ഷേ ഇപ്പോൾ മരണം പോലും എൻ്റെ അടുത്തേക്ക് വരണ്ട എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഒരു ഭാഗത്ത് എൻ്റെ ജന്മം നൽകിയ അച്ഛൻ എന്നെ വിളിക്കുന്നു, മറുഭാഗത്ത് എനിക്ക് ജീവൻ തന്ന ആൾ എൻ്റെ കൂടെയുണ്ട്. ഇതെല്ലാം തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണെന്ന് പറയുന്നു. അല്ല താനൊരു പേര് പറയാമെന്ന് പറഞ്ഞിട്ട്, എന്തായാലും അച്ഛനെ കണ്ടിട്ട് നാളെ വായോ, എന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പം ഞാൻ പേര് പറഞ്ഞാൽ പോരെ എന്ന് പറയുന്നു. എന്നാൽ അത് മതിയെന്ന് പറയുന്നു. എന്തായാലും തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ ബലരാമൻ. അപ്പോഴത്തേനും മാനസിക്ക് ഞാൻ വിചാരിച്ച ഒരാളാണ്, വിചാരിച്ച വഴിയിലൂടെ തന്നെ എന്തായാലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന രീതിയിൽ മനസ്സിൽ ആഗ്രഹിക്കുക കേട്ടോ. പിന്നീട് കൃഷ്ണയും അത് കൺമണിയും കാണിക്കുന്നു. അങ്ങനെ ദേവ് സാറിൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ. അതിനുശേഷം തന്നെ ഇപ്പോൾ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ ആരുമില്ല, നിലവിളക്കൊക്കെ കൊളുത്തിട്ട് സ്വീകരിക്കേണ്ടതാണെന്ന് പറയുന്നു നവദമ്പതിമാരെ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, എന്തിനാ അതൊക്കെ, ഇപ്പം തന്നെ പൂർണ്ണമായിട്ടും വെളിച്ചമുണ്ടല്ലോ, അത് മതി നമുക്കെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നു കേട്ടോ. അതിനുശേഷം തന്നെ എന്തായാലും കൺമണി നമ്മുടെ വിവാഹം കഴിഞ്ഞില്ലേ, അച്ഛനാണെങ്കിൽ അംഗീകരിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഇപ്പോൾ അറിയാം നമ്മൾ ഭാര്യയും ഭർത്താവുമാണെന്നുള്ളത്. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ കൺമണി എന്ന് പറയുന്നു. അതിന് സമയമായിട്ടില്ല, എല്ലാവരും നമ്മൾ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് വേണം നമുക്ക് ഒന്നാവാൻ, അല്ലാതെ നടക്കില്ല. ഇത് കഷ്ടമാട്ടോ കൺമണി എന്ന് പറയുന്നു. കഷ്ടമൊക്കെ തന്നെയാണ്. ദേവ് സാറിൻ്റെ വീടാണ്. ദേവ് സാറ് എവിടെയൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങോട്ട് കുറച്ച് മാറി നിന്നാൽ മതി, ഇത്രയും കാലം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് പറയുന്നു. പക്ഷേ കൺമണിയുടെയും കൃഷിൻ്റെയും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് മാനസയും അതുപോലെ തന്നെ ജയമോഹനെയും ഹേമയൊക്കെ കാണിക്കുന്നുണ്ട്. മാനസ വരുമ്പോൾ ജയമോഹൻ അവിടെ നിർത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിൽക്ക് മനസ്സ് എന്ന് പറയുന്നു. എന്താ വെച്ചാൽ നിൻ്റെ പ്ലാനിങ് ഒക്കെ എങ്ങനെയാണ്? നിനക്കിപ്പോൾ കൃഷ്ണ വേണ്ടാന്നും പറയുന്നുണ്ട്, വേണമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അന്ന് വഴക്കിട്ട് അവിടെ നിന്ന് പോകുന്നു, പക്ഷേ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം നാളെ ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ അങ്ങോട്ട് നാളെ ചെല്ലും. നിൻ്റെ ഈ തോന്നിവാസമൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല. അച്ഛൻ നിന്ന് സമാധാനിക്ക്, ഞാൻ എന്തൊക്കെ വേണ്ടത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിൻ്റെ തീരുമാനം മാത്രം നടക്കാൻ പറ്റില്ല. നിനക്കെന്തോ പ്ലാനിങ് ഉണ്ടെന്നൊക്കെ നിൻ്റെ അമ്മ പറഞ്ഞു. അങ്ങനെ എല്ലാം കൂടി നിൻ്റെ അവകാശത്തിൽ പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇല്ല അച്ഛൻ, ഞാൻ എന്തെങ്കിലും നോക്കിക്കോളാം എന്ന് പറയുന്നു. അപ്പോഴത്തേനും ജയമോഹൻ എവയോട് പറയുന്നുണ്ട്, എല്ലാത്തിനും ഞാനൊന്ന് ശരിയാക്കുന്നുണ്ടെന്ന് പറയുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ദേവ് സാറിൻ്റെ വീട്ടിൽ തന്നെയാണ്. കൺമണിയും കൃഷും കൂടെയും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ കൺമണിക്കൊരു സഹായം എന്ന നിലയിൽ തന്നെ കൃഷ് അവിടെ ചപ്പാത്തിയൊക്കെ പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാറിന് ഇതൊക്കെ അറിയാം. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ മിക്കവാറും ദിവസങ്ങൾ ചെയ്യാറ്. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ ചപ്പാത്തി പരത്തുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വലിയ ഇഷ്ടമെന്ന് പറയുന്നു. അങ്ങനെ എന്നാൽ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്നു. കൺമണി എന്നെ പരിഹസിക്കേണ്ട, എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ദേവ് സാറും വരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തോളാം, നീ അങ്ങോട്ട് മാറി, നിനക്ക് ഇതൊക്കെ അറിയോ ചോദിക്കുന്നുണ്ട്. പിന്നെ അല്ല അറിയാതെ, ഞാൻ കമ്പനി MD ആണെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, ഈ പണിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നു. എന്നാൽ പിന്നെ അതൊന്ന് കാണട്ടെ. പക്ഷെ ചപ്പാത്തി വരുത്തുമ്പോൾ ആ കൊളാവുന്നുണ്ട് കേട്ടോ. അത് കാണുന്ന ദേവ് സാറിനും അതുപോലെ കൺമണിക്ക് നല്ല ചിരി വരുന്നുണ്ട്. ഇത് സുജുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിയമ്മേനെയും കാണിക്കുന്നുണ്ട്. ചേച്ചിയമ്മ വന്നിട്ട് പറയുന്നുണ്ട്, സുജു നീ ഒന്നും കഴിച്ചിട്ടില്ല, നീ ഇതെന്തെങ്കിലും കഴിക്കി എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട ചേച്ചിയമ്മ, ചേച്ചിയമ്മ ഇത് എടുത്തുകൊണ്ട് പൊയ്ക്കുക എന്ന് പറയുന്നുണ്ട്. സുജു നീ ഇങ്ങനെ തളർന്നിരുന്നാൽ മനസ്സാകെ തളർന്നു, ഇനി ശരീരം കൂടി ഇല്ലാണ്ടാക്കണ്ട, നീ ഇത് കഴിക്കുമെന്ന് പറയുന്നു. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഒരു സമാധാനം ഇല്ല എന്ന് പറയുന്നു. സാഗർ അങ്ങോട്ട് വരിക കേട്ടോ. അപ്പോഴത്തേനും എന്താ സുജു ഭക്ഷണം കഴിക്കാതെ ചോദിക്കുന്നുണ്ട്. എനിക്ക് സമാധാനമില്ല സാഗർ, എനിക്ക് ഒന്നും ഇറങ്ങില്ല. അതെന്തുകൊണ്ടാണ് അതില്ലാതെ?
ഒരു മകനാണെങ്കിലോ ഏതോ ഒരുത്തിയെ വിളിച്ച് വന്നു. എന്നിട്ട് സിന്ദൂരം അണിയിച്ച് എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മകൻ വന്നിട്ട് തനിക്ക് മരിച്ചു പോയൊരു മകനാണ് ഇന്ന് വലിയ ആളായിട്ട് ബലരാമൻ്റെ രൂപത്തിൽ വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെയും പ്രശ്നങ്ങൾ. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സുജു, ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാനാണ് തോന്നുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇതിന് ചേച്ചിയും പറയുന്നുണ്ട്, ഇതൊക്കെ അനിയൻകുട്ടൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റാണ്. മക്കളെ നല്ല രീതിയിൽ വളർത്തണം, അപ്പോഴാണ് നല്ല രീതിക്ക് പിന്നെ മുന്നോട്ട് പോകുക. ഇത് കൂട്ടുകാരെ പോലെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ട് വളർത്തിയപ്പോൾ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഒരു കണക്കിന് ചേച്ചിയുമല്ലേ ഈ പ്രശ്നത്തിനെല്ലാം തന്നെ കാരണം. മാനസിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം തന്നെ അറിഞ്ഞുകൊണ്ട് മറച്ചു വെച്ചിട്ടല്ലേ ചേച്ചിയമ്മ ഞങ്ങളുടെ മുന്നിൽ നിന്നത്. അപ്പോഴത്തേനും സുജു പറയുന്നുണ്ട്, ചേച്ചിയമ്മ കുറ്റപ്പെടുത്തേണ്ട സാഗർ എന്ന് പറയുന്നുണ്ട്. കുറ്റപ്പെടുത്തിയതല്ല, ചേച്ചിയമ്മ ചെയ്തത് തെറ്റല്ലേ. ചേച്ചിയമ്മയല്ലേ അങ്ങനെയൊക്കെ നിന്നത്. അവളുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിയിക്കാതെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ചേച്ചിയമ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുതന്നെയാണ് പ്രശ്നം. അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരാൻ തന്നെ കാരണം എന്ന് പറയുന്നു. അപ്പോഴത്തേനും എനിക്കൊന്നും അറിയില്ല സാഗർ എന്ന രീതിയിലൊക്കെ സുജു പറയുന്നുണ്ട് കേട്ടോ. ചേച്ചി മറ്റൊരുത്തിയാണ് കൃഷിണി, അതുപോലെ തന്നെ മാനസയുടെ തമ്മിലുള്ള കല്യാണം ആദ്യമേ നടത്താനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ കൃഷ്ണന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മാനസയാണെങ്കിലോ അവളുടെ ഓരോരോ ഉടായ്പ് കാരണം ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. ഇതിനെല്ലാം കാരണം ചേച്ചിയമ്മ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി നിൽക്കുക കേട്ടോ സാഗർ. അതിനുശേഷം സുജു വിഷമിക്കേണ്ട, നാളെ നമുക്കൊരു തീരുമാനം ഉണ്ടാവും. കാരണം ലാലിയെ കൊണ്ട് ബലരാമനെ ഞാൻ വരുത്തിച്ചിട്ടുണ്ട്, നമുക്കറിയാം നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന രീതിയിലൊക്കെ സാഗർ സുജുവിനെ പറഞ്ഞ് മനസ്സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയണ പ്രൊമോയിട്ട് കാണാം.